Hi friends, welcome back. S23 Ultra ഒന്നാം തീയതിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇന്നിപ്പോൾ 25 ദിവസമായി നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പ്രൈമറി ഡിവൈസ് ആയിട്ട്. സോ ഇന്ന് എനിക്ക് നിങ്ങളുടെ ആ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾക്കുള്ള ആൻസർ തരാൻ പറ്റും. ഒന്ന്, S22 Ultrയിൽ നിന്നും ഇത് വർത്തായ ഒരു അപ്ഗ്രേഡ് തന്നെയാണോ, നമ്മൾ ചെയ്യണോ, നഷ്ടമാവോ? 2, ആർക്കുള്ളതാണ് ഈ ഫോൺ? അതായത് ഇപ്പോൾ ഒരു ഫോൺ ഈ ഒരു ഫോണിലേക്ക് വരണമെങ്കിൽ അത് ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഫോണിലേക്ക് വരാൻ പറ്റിയ പെർഫെക്റ്റ് വർത്തായ രീതിയിലേക്ക് വരാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉള്ളത്. അതേപോലെ ഒരു പുതിയ ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതിലേതെടുത്താൽ നന്നായിരിക്കും? അതായത് ഒരു 10-15 രൂപ കുറവുണ്ടല്ലോ 22 Ultrയ്ക്ക്, അതുകൊണ്ട് ഇതെടുത്താൽ മതിയോ, ഇതെടുക്കണോ? ഇങ്ങനെയുള്ള 2-3 ചോദ്യങ്ങളുടെ ആൻസറാണ് ഈ ഒരു വീഡിയോ. നമ്മളെല്ലാ സ്പെക്കും നേരത്തെ പറയില്ല, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഐക്കണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ ഐഫോണുമായിട്ടുള്ള കമ്പാരിസൺ അതിൻ്റെ വീഡിയോയും ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, കണ്ടു നോക്കുക. ഇവിടെ 24 ദിവസത്തിൻ്റെ എക്സ്പീരിയൻസിന് ശേഷമുള്ള നിങ്ങളുടെ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് വരുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ചേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വലിയ കാര്യമായ ചേഞ്ചൊന്നും 22 Ultrയിൽ നിന്നും 23 Ultrയിലേക്ക് ഇല്ല, അത് നമുക്കറിയാമല്ലോ. ഇതിൽ ഫുൾ കർവ്ഡ് ആണ്, ഇത് ഇത്തിരി ഫ്ലാറ്റ് ആണ്, അതാണ് ഒരു ഡിഫറൻസ്. സോ ആ ഭാഗം നിങ്ങൾ ചിന്തിക്കേ വേണ്ട. പകരം വേറൊരു നല്ല കാര്യം 24 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. റിയലി അത് വർത്തായ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. കാരണം ഈ 24 ദിവസവും കേസ് ഇടാതെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ടേബിളിലിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തറയിൽ ഞാൻ വെച്ച് യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ കാറിൽ പോകുമ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ കാഷ്വലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഉപയോഗിച്ചിട്ടും ഇതിൽ ഒരു സ്ക്രാച്ച് പോലും എൻ്റെ ഡിസ്പ്ലേയിലോ റിയർ സൈഡിലോ എവിടെയും കാണാനില്ല. സോ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 വർത്തായ ഒരു സെറ്റപ്പാണ്, അടിപൊളി അപ്ഗ്രേഡാണ്. ഇത് യൂസ് ചെയ്തതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നിപ്പോൾ ഇതിന് ഞാൻ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാം, താഴെ ഇടരുത്, താഴെ ഇട്ടാലും പൊട്ടില്ല, കോൺക്രീറ്റ് തറയിലൊക്കെ ഇടാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് പൊട്ടിയാൽ, താഴെ വീണൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ 25,000 രൂപയാണ് 22 Ultrയുടെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടി വരിക. സോ ഇതിൻ്റെയും ഏകദേശം അതേ റേഞ്ച് തന്നെ എത്തും. സോ 25,000 രൂപ കൊടുത്ത് ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. താഴെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അല്ലാതുള്ള സിറ്റുവേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. സോ പക്ക സെറ്റ് കണ്ടീഷനാണ് എപ്പോഴും. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ഡിസ്പ്ലേയിൽ പ്രത്യേകിച്ച് ഒരു പരാതിയും പറയാനില്ല, അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. 22 Ultra തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, സെയിം ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, എക്സലൻറ്റ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും പരത്തുന്നില്ല. വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവൽ. ഈ കഴിഞ്ഞ ദിവസം വീരസിംഹ റെഡ്ഡി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ, അതൊക്കെ ഞാൻ അതിൽ കണ്ടു നോക്കി. സെറ്റ് ഡിസ്പ്ലേ, ഒരു വിഷയമില്ല. ഡിസ്പ്ലേ പൊളിയായിരുന്നു, സിനിമയായിരുന്നു, വല്ലാത്തൊരു പൊളിയായി പോയത്. എന്തായാലും പടം കാണാൻ എന്ത് സംഭവമായാലും കാണാൻ ഡിസ്പ്ലേ എക്സലൻ്റ്. അത് ഡേ ലൈറ്റിലോ വെയിലത്ത് പോയി നിന്നിട്ടോ എവിടെ നിന്നാലും എങ്ങനെ വേണമെങ്കിലും കാഴ്ചകൾ ഗംഭീരമാണ് ഇതിനകത്ത്, ഒരു ഇഷ്യൂ ഇല്ല. സോ ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പെർഫോമൻസ്, അടുത്ത മേജറായ ചേഞ്ച്, സ്നാപ്ഡ്രാഗൺ 8 Gen 2 തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ ഹെവി ആയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഗെയിം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഗെയിം കളിക്കുന്നതിൽ ഒരു പുതിയ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഹീറ്റിംഗ് ഒന്നും വരാതെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. എന്നാൽ സാധാരണക്കാരാണെങ്കിൽ, നമ്മൾ ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് 22 Ultrയേക്കാൾ ബെറ്റർ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. എന്നാൽ സാധാരണ ഒരു നോർമൽ യൂസിങ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവുമില്ല. എന്ന് വെച്ചാൽ രണ്ടും ഇപ്പോൾ ആൻഡ്രോയിഡ് 13 വർക്ക് ചെയ്യുന്നത്, രണ്ടിലും One UI 5.1 തന്നെയാണ്. സെയിം എക്സ്പീരിയൻസ്, ഒരു മാറ്റവും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നോർമൽ യൂസറാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിതിൽ 22 Ultra എടുത്താലും 23 Ultra എടുത്താലും ഒരു വ്യത്യാസവും ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി. ബട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ആ ഒരു ചെറിയ ചേഞ്ചുകളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും എനിക്കും പറ്റി. അതുകൊണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ 22 Ultra ആണെങ്കിലും വേണമെങ്കിൽ 22 Ultrയാണ് കയ്യിലുള്ളതെങ്കിലും വേണമെങ്കിൽ 23 Ultrയിലേക്കൊന്ന് മാറാം. അടിപൊളി ഹീറ്റിംഗ് ഇല്ലാത്ത പക്ക സ്റ്റേബിൾ പെർഫോമൻസ് കിട്ടും. ഈ ഒരു പെർഫോമൻസ് വരുന്നതിൻ്റെ കാരണം ഇതിൽ 8 Gen 2 ആണ് ഇരിക്കുന്നത്, ഇതിൽ 8 Gen 1 ആണ് ഇരിക്കുന്നത്. മാത്രമല്ല റാം, സ്റ്റോറേജ് എല്ലാം ഫുള്ളി അപ്ഗ്രേഡഡ് ആണ്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടും ഒരു ചേഞ്ച് നമുക്ക് പെർഫോമൻസിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചോളൂ. ഇനി അടുത്ത മെയിൻ ഘടകം ക്യാമറയാണ്. അടുത്തൊരു വലിയ അപ്ഗ്രേഡ് പറയുന്നത്, പ്രത്യേകിച്ചും നൈറ്റ് സിറ്റുവേഷനിൽ. സാമ്പിൾ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഫസ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ക്യാമറ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ഞാനത് ഒരു ഇൻഡോർ സിറ്റുവേഷനിലും നൈറ്റ് സിറ്റുവേഷനിലൊക്കെയാണ്, നമുക്കൊരു രാത്രി 12 മണി ആ റേഞ്ചിലൊക്കെയാണ് അത് കയ്യിൽ കിട്ടുന്നത്, 12-1 മണി നേരത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിച്ച് കളഞ്ഞു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഞാനത് പല വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. ഇവിടെ ഞാനത് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇമേജുകളിൽ നിന്ന് ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇത് ഡേ ലൈറ്റ് ഇമേജ് ആണ്, കാര്യമായ ഒരു വ്യത്യാസം തോന്നുന്നില്ല, രണ്ടും നല്ല ക്വാളിറ്റിയാണ്. വൈഡ് ആംഗിൾ ഇമേജിലേക്ക് നോക്കിയാലും കാര്യമായ ചേഞ്ച് ഒന്നും നമുക്ക് ഒറ്റയടിക്ക് ഫീൽ ചെയ്യില്ല, രണ്ടും നല്ല സെറ്റപ്പ് തന്നെയാണ്. 4K 30 FPS വീഡിയോ ക്വാളിറ്റി ഒക്കെ കാണാം, രണ്ടും നന്നായിട്ടുണ്ട്, വലിയ വിഷയങ്ങളൊന്നും തോന്നുന്നില്ല.
വൈഡ് ആംഗിൾ ക്യാമറയിലും നമ്മൾ ഇതിനകത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഡേ ലൈറ്റിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ സാമ്പിൾ. അതും ഒരുപോലെ നന്നായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും അതിലും കാണാനില്ല. സെൽഫി ക്യാമറയും ഇതുപോലെ തന്നെയാണ്, ഇതാ കണ്ടോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സെൽഫി ഇമേജുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 4Kയിലൊക്കെ അടിപൊളിയായിട്ട് സെൽഫി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഒരു വിഷയം വരുന്നില്ല. ഡേ ലൈറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിൽ ഏതായാലും ഒരു പ്രശ്നവുമില്ല. നൈറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജുകൾ രണ്ടും നല്ലത് തന്നെ. പക്ഷേ ബാക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും S23 അൾട്രയാണ്. ഒരുപാട് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, സെൽഫിയും മെയിൻ ക്യാമറയൊക്കെ ആയിട്ട്. ഓവറോൾ ഇതിലേതിൽ നോക്കിയാലും നമുക്ക് ഒരു ഇത്തിരി ബെറ്റർ ആയിട്ട് ബാക്ക് ലൈറ്റുകളൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് S23 അൾട്രയിലാണ് കാണാൻ സാധിക്കുക. ഷാഡോ ഏരിയകളായാലും എല്ലാം നോക്കുമ്പോൾ ഒരു ഇത്തിരി ബെറ്റർ സെറ്റപ്പായിട്ട് S23 അൾട്ര നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും S23 അൾട്ര ബെറ്റർ ആണ്. ഞാനിത് ഫസ്റ്റ് ടൈം തൊട്ട് പറയുന്നതാണ്, അതിവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. ബട്ട് ഈ ഒരു ചേഞ്ച്, ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അത്ര വലിയ മാറ്റമായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ 22 അൾട്രയിൽ നിന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബട്ട് ഈ ഒരു മാറ്റം പലർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 23 അൾട്രയിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. കാരണം അത്യാവശ്യം നല്ലൊരു ചേഞ്ച് നൈറ്റ് സിറ്റുവേഷനുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാഷ്വൽ യൂസേഴ്സിനെ സംബന്ധിച്ച് അത് നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല എന്നും എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി സൂമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി കാണാം. 3x അതേപോലെ തന്നെ 10x ഇതിലൊക്കെ വരുമ്പോഴും ഏറെക്കുറെ തുല്യമായൊരു ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ സൂം ചെയ്ത് 100x എത്തുമ്പോഴും ഏറെക്കുറെ നമുക്ക് തുല്യമെന്ന് പറയാവുന്നൊരവസ്ഥ തന്നെയാണുള്ളത്. അല്ലാണ്ട് ഭയങ്കരമായൊരു ചേഞ്ച് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ സാധിക്കില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ഉണ്ട് താനും. സോ ഇത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. എല്ലാ സ്പെക്കും പക്ക സെയിമാണ്. ചാർജിങ് സ്പീഡ് അടക്കം എല്ലാം സെയിമാണ്. ഒരൊറ്റ വ്യത്യാസം, ബാറ്ററി ലൈഫ് നല്ല വ്യത്യാസമുണ്ട്. അതായത് 22 അൾട്ര എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ചാർജ് കഴിയാറുണ്ട്. എന്നാൽ 23 അൾട്ര അങ്ങനെ ഒരു അവസ്ഥയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഒരു 10-20% ബാറ്ററി ബാക്കി നിൽക്കാറുണ്ട്. നല്ല ബാക്കപ്പ് ഉണ്ട്. അപ്പം നല്ല ബാറ്ററി ലൈഫ് 23 അൾട്രയിലുണ്ട്. അതിൻ്റെ കാരണം ഈ പുതിയ റാം, സ്റ്റോറേജ്, Gen 2 ഇതെല്ലാം കൂടി ചേർന്നതുകൊണ്ടാണ്. അല്ലാണ്ട് സ്പെക്കിൽ വ്യത്യാസമില്ല. 5000 mAh ബാറ്ററി തന്നെയാണ്. ബട്ട് ഈ പറഞ്ഞ ബാറ്ററി ലൈഫ് കൂടുതലെന്നൊരു അനുഭവം നമുക്ക് 23 അൾട്രയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും. സോ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നെറ്റ്വർക്ക്, കോള്, സൗണ്ട് ക്വാളിറ്റി ഇതിലൊന്നും ഒരു വിഷയമില്ല. രണ്ടും നല്ലത് തന്നെ. സൗണ്ട് ക്വാളിറ്റി കുറച്ച് ബെറ്റർ S23 അൾട്രയാണ്. ഞാനത് കാണിച്ചു തരാം. ഒരു ഇത്തിരി ബെറ്ററായ, ലൗഡായ, ഒരു ഇത്തിരി കൂടി നല്ല സൗണ്ടായിട്ട് തോന്നുന്നത് 23 അൾട്രയാണ്. 22 അൾട്രയിൽ ഒരു ഇത്തിരി മഫിൾഡ് ആയ പോലത്തെ ഒരു സൗണ്ട് അല്ലേ, ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകം ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് എടുത്ത് പറയുന്നത്. ബാക്കി നെറ്റ്വർക്ക് കണക്ഷൻ, 5G, വൈഫൈ ഇതിലൊന്നും ഒരു വിഷയമില്ല. എല്ലാം സെറ്റ്, ഓക്കെ കണ്ടീഷനാണ്, ഒരു പ്രശ്നവും വരാനില്ല. അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ഇതിലും സെറ്റ് തന്നെയാണ്. പിന്നെ എസ്പെനൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാനിത് വളരെ റയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഒരു വ്യത്യാസമില്ല, പക്ക സെയിം സെറ്റപ്പാണ്. സോ എസ്പെനിൽ ഒരു തരത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. സോ ഫൈനലി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഈ ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും നോക്കിയിട്ടല്ല, നമ്മൾ അനുഭവിച്ചു വന്ന, നമ്മൾ ഉപയോഗിച്ചു വന്ന എക്സ്പീരിയൻസ് നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സ്പെക്കെല്ലാം നമ്മുടെ പഴയ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക. എന്തായാലും ടോട്ടലി എന്നെ സംബന്ധിച്ച് ഈ ഫോൺ നന്നായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 22 അൾട്രയിൽ നിന്നും 23 അൾട്രയിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നേരത്തെ പല സിറ്റുവേഷനിൽ പറഞ്ഞ പോലെ നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, ഗെയിമിംഗ് ഗംഭീരമായിട്ട് ഈ ഫോണുകളിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നും. അതിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. എന്നാൽ അത് അത്ര ഫോക്കസ്ഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 22 അൾട്രയിൽ നിന്നും 23 അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും ബെറ്ററാണ്. ബിൽഡ് ക്വാളിറ്റി, പെർഫോമൻസ്, ക്യാമറ എല്ലാം ബെറ്ററാണ്. ബാറ്ററി ലൈഫും ടോട്ടൽ ബെറ്ററാണ്. കാഷ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. ഇനി അടുത്ത ടീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഏത് ജനറേഷനുള്ള ആൾക്കാർ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 അൾട്രയ്ക്ക് മുമ്പുള്ള ഏത് വെർഷനിൽ നിന്ന് വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു വലിയ വ്യത്യാസം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം, ഇതിൽ ഏത് ഫോൺ, ഒരു പുതിയ ഫോൺ എടുക്കാൻ വരികയാണ്, അങ്ങനെ വരുമ്പോൾ 22 അൾട്ര എടുക്കണോ 23 അൾട്ര എടുക്കണോ? 22 അൾട്രയ്ക്ക് ഒരു 10-15,000 രൂപ കുറവുണ്ടല്ലോ, 1.10 ഉള്ളൂ, ഇതിന് 1.25 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കുന്നതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ പുതിയതെടുക്കാൻ പോകുന്നെങ്കിൽ അത് ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ആയിക്കോട്ടെ. കാരണം കാശ് ഉള്ളത് കൊണ്ടാണല്ലോ അത് എടുക്കാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1.25 കൊടുത്ത് 23 അൾട്ര തന്നെ എടുത്തോളൂ. നിങ്ങൾക്ക് ഒരു 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ ആയിട്ട് സ്ട്രോങ്ങസ്റ്റ് ഫോൺ, ടോട്ടലി ഇന്ന് കിട്ടാവുന്ന എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ കിട്ടും. പിന്നെ എന്തിനാണ് പുതിയതെടുക്കാൻ മുമ്പ് ഒരു പഴയ വെർഷൻ എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പുതിയത് തന്നെ എടുക്കാം. ഈ OS അപ്ഡേറ്റ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും 23 അൾട്ര. സോ ഫൈനലി എനിക്ക് പറയാനുള്ളത്, വെറുതെ
കൊണ്ട് കാശ് കളയണ്ട എന്ന് തന്നെയാണ്. അതായത് S22 അൾട്രയൊക്കെ കയ്യിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് വെറുതെ കൊണ്ട് ഇതിലേക്ക് കാശ് കളയാൻ നിൽക്കേണ്ട. ഞാൻ S22 അൾട്രയിൽ നിൽക്കും, കാരണം ഞാൻ ഇതുകൊണ്ട് ഓക്കെയാണ്. ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ ഭയങ്കരമായ ഒരു പെർഫോമൻസ് സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഇത് തന്നെ എനിക്ക് സഫീഷ്യൻ്റ്, മോർ ദാൻ എനഫ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിൽക്കാൻ ഓക്കെയാണ്. കാശ് കളഞ്ഞ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ S22 അൾട്ര എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ ലക്ഷറി ഫോണുകളാണ്. ഇത്തരം ഫോണുകളിലേക്കൊക്കെ വരുമ്പോൾ ഇത് വാങ്ങിക്കാൻ നമുക്ക് വേണമെങ്കിൽ ആഗ്രഹം കൊണ്ട് നമുക്ക് EMI എടുത്ത് വേണമെങ്കിലും വാങ്ങിക്കാം, ആഗ്രഹമുള്ളവർക്ക്. എല്ലാവരും അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോണുകൾ തന്നെ എടുത്താൽ മതി എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഇതൊക്കെ വാങ്ങിക്കാൻ മാത്രമല്ല, മെയിൻറ്റെയിൻ ചെയ്യാനും കോസ്റ്റ് കൂടുതലാണ്. ഒരു ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ 22 അൾട്രയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ 25,000 രൂപയാണ് മാറ്റി വയ്ക്കാൻ ചിലവ് വരുന്നത്. സോ ഇത് വാങ്ങിക്കൽ മാത്രമല്ല, മെയിൻറ്റെയിനിങ്ങും കോസ്റ്റ്ലിയാണ്. സോ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ആയ കേസൊക്കെ വാങ്ങിയിട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കുക. വീണാൽ താഴെ വീണ് പൊട്ടുകയൊക്കെ ചെയ്താൽ ഇത്രയും കോസ്റ്റ്ലി ആവുന്നുണ്ട് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയുന്നത്. സോ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇതിലേക്ക് വരിക. സോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.